വളരെയധികം സന്തോഷം. കഴിഞ്ഞ കുറേ നാളുകളായി 22 ദിവസം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ശ്രീരാമസ്വാമിയുടെ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ ഞങ്ങൾ ശ്രദ്ധിക്കുക. ഓമല്ലൂർ വയൽവാണിഭവും വെളനന്തൂരിലെ വയലിലെ വാണിഭവും ഈ അമ്പലത്തിൻ്റെ മണൽ വാണിഭവും ഒക്കെ ഇതറിയാത്ത ബന്ധങ്ങളായി മാറിയിരിക്കുന്നു. ഒരു ചരിത്രം നമ്മുടെ ഈ വെളനല്ലൂരിലുള്ള തെക്കേ വയലിൻ്റെ വാണിഭ സമയത്ത് ഇവിടെ നിന്ന് ഒരു കരുത്തനായ കാള കെട്ടുപൊട്ടിച്ച് ഇവിടെ നിന്ന് ഓടി ഓമല്ലൂരിലുള്ള വയലിൽ എത്തിച്ചേർന്നു എന്നതാണ്. അവിടെ ആരോഗ്യപ്രദഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ, യുവാവ്, കർഷകൻ, അത് ഓമല്ലൂർ ഭഗവാനാണ്, രക്തകണ്ഠസ്വാമിയാണ് എന്നൊക്കെ ആളുകൾ പറയാറ്. അങ്ങനെയും കഥയുണ്ട്. എന്തായാലും അവിടെ ഒരു ചെറുപ്പക്കാരൻ, ഒരു കർഷകൻ ആ കാളയെ പിടിച്ച് അവിടെ ഒരു പാലക്കൊണ്ടിൽ ചുറ്റി നാട്ടിലുണ്ട്. ആ പാല വളർന്ന് വലിയ പാലയായി മാറുകയും ആ പാലകര ചുവട്ടിൽ അന്നത്തെ കാലത്ത് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുകളിലാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ആ പാലയുടെ മരത്തണലിൽ ചെറിയ കച്ചവടങ്ങൾ, അന്ന് സാധനങ്ങൾ പരസ്പരം കൈമാറുന്ന കച്ചവടമായിരുന്നു. അങ്ങനെ സാധനങ്ങൾ പരസ്പരം കൈമാറുന്ന കച്ചവടം ആരംഭിക്കുകയും അവിടേക്ക് വീട്ടിനാവശ്യമായ സാധനങ്ങളും കാർഷിക വിളകളും കന്നുകാലികളുമൊക്കെ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് മീനം ആയാൽ വയൽവാണിഭം ആരംഭിക്കും. റോഡിലൂടെയൊന്നും സ്കൂളിലേക്കൊന്നും പോകാൻ കഴിയില്ല. കാരണം 10,000-കണക്കിന് കാളകളും പശുക്കളും ഒക്കെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അവിടെ എത്തിച്ചേരുന്നത്. ഓമല്ലൂർ മാർക്കറ്റിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവിൽ